ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തീയ സന്മാർഗ ജീവിതത്തിൽ അലസ്യരാകാതെ ആത്മീയ ശുഷ്കാന്തിയോടുകൂടി ജീവിക്കുന്നതിനാണ്. നമ്മുടെ ആരാധനയിൽ, വിശുദ്ധ കൂദാശകളിലും മറ്റ് ശുശ്രൂഷകളിലും ക്രിസ്തുവിൻ്റെ നാളിനെ, അതായത് രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും പ്രതീകമാക്കിക്കൊണ്ടുള്ള കർമ്മങ്ങളും, വിശുദ്ധ കുർബാന എഴുന്നള്ളിപ്പ്, റാസ, പ്രദക്ഷിണം മുതലായവ തുടങ്ങിയ ആരാധനാക്രമങ്ങൾ ഈ രണ്ടാം വരവിൻ്റെ പ്രത്യാശയാണ് സൂചിപ്പിക്കുന്നത്. കാരാഗൃഹത്തിലായിരിക്കുമ്പോഴും ന്യായാധിപന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും തന്നോടൊപ്പം ദൈവകൃപ അനുഭവിക്കുന്ന ഫിലിപ്പിയരെ ഓർക്കുന്നു. എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരുന്നത് നമുക്കെപ്പോഴും പ്രിയപ്പെട്ടവരായതിനാൽ പൗലോസിന് ഫിലിപ്പിയരോടുള്ള ആഴമായ സ്നേഹത്തെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ഈ ആർദ്ര സ്നേഹം സ്വാഭാവികമായ ഒരു വികാരമായിട്ടല്ല, ക്രിസ്തുവിൽ പ്രചോദിതമായ സ്നേഹമാണ്. അടുത്തതായി സുവിശേഷത്തിന് വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് 1-ാം അധ്യായം 7-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതായത് സുവിശേഷകൻ്റെ 2 ചുമതലകൾ. ഒന്നാമത്തേത് പ്രതിവാദം നടത്തുക. സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കുക. രണ്ടാമത്തേത് ഉറപ്പിക്കുക. സുവിശേഷ സത്യങ്ങൾ വിശ്വാസികളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കും വിധം അവരെ വിശ്വാസത്തിൽ ശക്തരാക്കുക. 5-ാമത്തേത് പൗലോസിൻ്റെ തീഷ്ണമായ ആഗ്രഹം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അതേ സ്നേഹത്തോടും ആർദ്രതയോടും കൂടെ ഫിലിപ്പിയരെ നേരിട്ട് സന്ദർശിക്കാൻ പൗലോസ് അത്യധികം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ കാത്തുസൂക്ഷിക്കുവാനും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങി ജീവിക്കുവാനും വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാനും ഈ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയിൽ പ്രതിവാദം നടത്തേണ്ടവരും വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവരുമായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.